ഹലോ ഗായ്സ്, ക്രിസ്മസ് ഒക്കെ ആയി. പക്ഷേ ഇപ്പോൾ കത്തി നിൽക്കുന്ന ചൂടേറിയ വാർത്ത MS സൊല്യൂഷൻ്റെ ആണല്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇപ്പം ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നൊരു സംഭവമാണ്, 10 മണിക്കൂറായി വന്നിട്ട്. സുഹൈബ് എന്ന് പറയുന്ന CEO, MS സൊല്യൂഷൻ്റെ CEO ഒരു അധ്യാപകനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തായിരിക്കുകയാണ്. ഇത് നടന്നതെന്ന് വെച്ചാൽ ഓണം എക്സാം കഴിഞ്ഞ സമയത്താണ് നടന്നത്, ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നതല്ല. ഈ പ്രശ്നം ഇപ്പം നടന്ന ക്രിസ്മസ് പരീക്ഷയുടെ ഇഷ്യൂ വന്നപ്പം ആ അധ്യാപകൻ തുറന്നു പറഞ്ഞു, ആ ഓഡിയോ പുറത്തു വിട്ടു. നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം. മുഹമ്മദ് ഷുഹൈബ് അധ്യാപകനെ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. MS സൊല്യൂഷന്റെ ചോദ്യപേപ്പർ നോക്കി പഠിക്കരുതെന്ന് പറഞ്ഞ അധ്യാപകനെ ഷുഹൈബ് അസഭ്യം പറഞ്ഞതും ഭീഷണിപ്പെടുത്തുന്നതുമായ ഓഡിയോ പുറത്തു വന്നു. അത് കേൾക്കാം. നിങ്ങൾ ഇന്ന് ക്ലാസ് നമ്മളെ ട്യൂഷനിൽ പഠിക്കുന്നത് ഷെയ്ദ് എന്ന് പറഞ്ഞ ചെക്കനോട് നിങ്ങളിന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നിങ്ങളെ ഓന് MS ഒരു പേപ്പർ ചോർത്തൽ എന്നാണ് പരിപാടി. അപ്പൊ ഇതിൽ സുഹൈബ് പറയുന്നത്, അധ്യാപനെ വിളിച്ച് പറയുന്നു, നിങ്ങളെ ഈ സുഹൈബ് എന്ന് പറയുന്ന ആളിങ്ങനെ ചോർത്തുന്നതാണോ അയാളുടെ പരിപാടി, അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ് അധ്യാപകൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു എന്നാണ് സുഹൈബ് പറയുന്നത്. പേപ്പർ നോക്കി മെയിൻ എക്സാമിന് പഠിക്കരുത്, മെയിൻ എക്സാമിന് പഠിച്ചാൽ ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ, അതായത് മെയിൻ എക്സാമിന് ഫൈനൽ എക്സാം എത്തുമ്പോൾ, മെയിൻ എക്സാം എത്തുമ്പോൾ സുഹൈബ് തരുന്ന ക്വസ്റ്റ്യൻ നോക്കി പഠിക്കരുത്, കാരണം സുഹൈബ് പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. കേൾക്കാം. ഞാൻ ചോർത്തലുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്റെ ട്യൂഷനിൽ പഠിക്കുന്ന അൽഹാൻ എന്ന് പറഞ്ഞ കുട്ടീനെ അടുത്തടക്കം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പൊരേടാ നിങ്ങളുടെ പുര എവിടെയാണെന്നാണ് ഷുഹൈബ് എന്നിട്ട് ചോദിക്കുന്നത്. എന്താണ് ഷുഹൈബ്, നിങ്ങളൊരു CEO അല്ലേ ഒരു കമ്പനിയുടെ, അതിൻ്റെ സ്റ്റാൻഡേർഡൊക്കെ കാണിക്കണ്ടേ? സീരിയസ്ലി ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളുടെ ഭാഗത്താണോ ന്യായം എന്നൊന്നും അറിയത്തില്ല, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ എന്തിരുന്നാലും നിങ്ങൾ ഒരാളെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചു, ഇനിയിപ്പോൾ എന്താണ് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടോ? നല്ല തെറി വിളിക്കാണ് കേട്ടോ, നല്ല തെറി വിളിക്കുകയാണ്. അതൊക്കെ ഡീപ് സൗണ്ട് ഇട്ടിരിക്കുക, ഭയങ്കര തെറി വിളി. CEO ആണ്. ഇപ്പൊ പറഞ്ഞ കേട്ടല്ലോ ഞാൻ എന്താണെന്ന് പറയുന്നത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ വീട് എവിടെയും ചോദിച്ചെന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി എന്ത് ചെയ്യുമെന്ന് പറയുന്നത് കേട്ടല്ലോ, ഞാൻ അതിനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ അപ്പം എനിക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അധ്യാപകനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. അദ്ദേഹം ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞിട്ടുണ്ടാകത്തില്ല. ഇങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്ത് എഴുതുന്ന ആളുകളുടെ യൂട്യൂബേഴ്സിൻ്റെ ബാക്കിൽ കൂടെ പോലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഷുഹൈബിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതിനിപ്പോൾ വാർത്തയായി, ഇനിയിപ്പോൾ ഇത് അടുത്ത വലിയ വേലിയായി. ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇത് വേറൊരു പ്രശ്നവും കൂടെയായി. അപ്പോൾ ഈ പ്രശ്നമൊക്കെ കൂടെ ചെന്ന് എവിടെ എത്തുമെന്ന് എനിക്കറിയത്തില്ല. മൊത്തത്തിൽ MS സൊല്യൂഷൻ പ്രശ്നമായി. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്താൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചാനലിൽ ചെന്ന് ആ വീഡിയോ കാണാം.